എല്ലാ രാഷ്ട്രീയ യുദ്ധങ്ങൾക്കും ഒടുക്കം സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലെ മണ്ണിൽ സ്ഥാനാർത്ഥിയാകുകയാണ്. തൃക്കരിപ്പൂരിലെ ചുവപ്പൻ കോട്ടകൾ ഇളകുമോ എന്ന ചോദ്യത്തിന് കാലം കാത്തുവച്ചൊരു മറുപടിയായാണ് സന്ദീപ് വാര്യർ എന്ന പേര് UDF ക്യാമ്പുകളിൽ ഇത്തവണ മുഴങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ ചില പുകച്ചലുകൾ ഉയർന്നുവെങ്കിലും അതെല്ലാം വെറും മഞ്ഞുതുള്ളികൾ പോലെ സൂര്യപ്രകാശത്തിൽ അലിഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കാസർഗോഡ് DCC പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് പൂർണ്ണ പിന്തുണ അറിയിച്ചതോടെ സന്ദീപ് വാര്യർ എന്ന പോരാളിക്ക് തൃക്കരിപ്പൂരിലേക്കുള്ള വഴി തെളിഞ്ഞു കഴിഞ്ഞു. ഇത് കേവലം ഒരു മത്സരമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി വികസനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയുടെ വികാരമാണെന്ന് അദ്ദേഹം അടിവരയിടുന്നു. തൃക്കരിപ്പൂർ എന്നത് ഇടതുകോട്ടയാണെന്ന വാദത്തെ കടപുഴക്കി എറിയാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രം മതിയെന്നാണ് സന്ദീപ് വാര്യർ ഓർമ്മിപ്പിക്കുന്നത്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും തളിപ്പറമ്പിലെ രാഷ്ട്രീയ വിവാദങ്ങളും തൃക്കരിപ്പൂരിലെ വോട്ടർമാരുടെ മനസ്സിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു പുതിയ മുഖമായി സന്ദീപ് വാര്യർ എത്തുമ്പോൾ അത് മണ്ഡലത്തിൽ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന് കാരണമാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ചികിത്സയ്ക്കായി ഇന്നും മംഗലാപുരത്തെ ആശ്രയിക്കേണ്ടി വരുന്ന തൃക്കരിപ്പൂരിലെ സാധാരണക്കാരുടെ ദുരവസ്ഥ സന്ദീപ് വാര്യർ തൻ്റെ പ്രധാന ആയുധമാക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ അടിയുറച്ച പിന്തുണയും UDFൻ്റെ ഐക്യവും ചേരുമ്പോൾ തൃക്കരിപ്പൂർ എന്ന ചുവപ്പൻ മണ്ണിൽ ഇത്തവണ വലതുപക്ഷത്തിൻ്റെ കാഹളം മുഴങ്ങാൻ സാധ്യതയേറെയാണ്. ഷാഫി പറമ്പിലിനെ പോലെയുള്ള യുവനേതാക്കളുടെ പിന്തുണയും സുധാകരനെ പോലെയുള്ള കരുത്തരായ നേതാക്കളുടെ സാന്നിധ്യവും സന്ദീപ് വാര്യർക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. തുടക്കത്തിൽ കേട്ട പ്രതിഷേധ സ്വരങ്ങൾ ഇപ്പോൾ വിജയമന്ത്രങ്ങളായി മാറിയിരിക്കുന്നു എന്നാണ് സ്ഥാനാർത്ഥിയുടെ അവകാശവാദം. തൃക്കരിപ്പൂരിലെ വികസന മുരടിപ്പിന് അറുതി വരുത്താൻ തനിക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സന്ദീപ് വാര്യർ അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെ എതിരാളികളെ വിറപ്പിക്കാൻ പ്രാപ്തനാണ്. മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും UDFൻ്റെ ആവേശം തലതല്ലുമെന്ന് വിചാരിക്കുന്നു. സന്ദീപ് വാര്യർ എന്ന യുവതുർക്കി തൃക്കരിപ്പൂരിൻ്റെ മണ്ണിലൊരു പുതിയ ചരിത്രം എഴുതുമെന്നും വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. ഈ പോരാട്ടം എവിടെ അവസാനിക്കുമെന്നും തൃക്കരിപ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്നും അറിയാൻ കേരളം ഒന്നടങ്കം കാതോർക്കുകയാണ്. അവർ സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതാണ്. DS ജോയ് DCC പ്രസിഡന്റ് തവനൂരിൽ UDF സ്ഥാനാർത്ഥിയാണ്. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ അവിടെ UDFൻ്റെ ഒരു പുതുമുഖം തന്നെയാണ് സന്ദീപ് വാര്യർ. സ്ഥിരമായിട്ട് അവിടെ നമ്മുടെ കേരള കോൺഗ്രസ്സിന് കൊടുക്കാറില്ല. തവണ അത് UDFൻ്റെ തന്നെ കോൺഗ്രസ്സിന് അത് ലഭിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. രണ്ടുപേരും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. അവർക്ക് എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. UDFന് കരുത്തുറ്റ ശബ്ദമായി അവർക്ക് ജയിച്ചു വരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. ദൈവാനുഗ്രഹം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ ലീഗ് ഉണ്ടായിട്ടുള്ളൂ. അത് ആ രീതിയിൽ തന്നെ ലീഗ് കൈകാര്യം ചെയ്യും. ലീഗുകാരനാണല്ലോ അദ്ദേഹം. അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അദ്ദേഹം പോയിട്ടുണ്ട്. പാർട്ടിയാണല്ലോ അന്തിമ തീരുമാനം എടുക്കുകയാണ്. ഞാനത് കണ്ടിട്ടില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുണ്ടല്ലോ, സമയമുണ്ടല്ലോ. ഇനിയും പിന്നെ ഇപ്പോൾ അതൊന്നുമല്ല പാർട്ടി ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികളൊക്കെ നിർണ്ണയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ നോമിനേഷൻ കാര്യങ്ങൾ, അവരുടെ മറ്റു കാര്യങ്ങൾ, അതിലാണ് പാർട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്നൊരു വാർത്ത K. സുധാകരൻ NDA സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ള അല്ല, അതൊന്നും കുറേ ആൾക്കാർ ഭാവന സൃഷ്ടിയായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അല്ലേ, ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനാണല്ലോ, അവിടെ തന്നെ ഉണ്ടാവും. അഭിപ്രായങ്ങൾ പറയാമല്ലോ. ആ നിലയ്ക്ക് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. പാർട്ടി അതിന് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹവും വളരെ പാരമ്പര്യമുള്ളൊരു കോൺഗ്രസ്സുകാരനാണ്. ആ നിലയ്ക്ക് അദ്ദേഹം തീരുമാനം എടുക്കൂ എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യം കൈകാര്യം ചെയ്യുന്നല്ലേ കോൺഗ്രസ് ഒരു വീഴ്ച പറ്റിയേ തോന്നുന്നുണ്ടോ? അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നല്ലേ കോൺഗ്രസിന് ഒരു വീഴ്ച പറ്റിയേ തോന്നുന്നുണ്ടോ? ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, കോൺഗ്രസ് പാരമ്പര്യമുള്ള പാർട്ടിയാണല്ലോ, ഉന്നത നേതാക്കളൊക്കെ ഉള്ള പാർട്ടിയാണ്. അവർക്ക് അവിടെ വീഴ്ച വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പൊതുവേദിയിൽ ഇങ്ങനെ ചർച്ചയാവുന്നത് അവസാന നിമിഷമായിട്ടും ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അന്തിമമായിട്ടില്ല. അപ്പോൾ ഈ ദിവസങ്ങൾ വളരെ കുറച്ചുള്ളൂ. അതൊരു പ്രതിസന്ധിയാക്കും UDFന്റെ സാധ്യത. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം അതൊരു വലിയ പാർട്ടിയാണ്. ഒരുപാട് പേര്
സ്ഥാനാർത്ഥികളായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും ഉൾക്കൊള്ളണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായുള്ള ചർച്ചകളും അതിലൊക്കെ സമയമെടുക്കും, അത്രേ ഉള്ളൂ. അവസാന നിമിഷത്തിൽ ഒക്കെ പരിഹരിക്കും. അതാണല്ലോ കോൺഗ്രസിൻ്റെ പാരമ്പര്യം. ഈ കോൺഗ്രസിനെ വിട്ടാളി DCCയുടെയൊക്കെ ഒരു ചെറിയ വിയോജിപ്പും അവരുടെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഒരു പ്രതീക്ഷ? ബഹുമാനായിട്ടുള്ള കാസർഗോഡ് DCC പ്രസിഡന്റ് ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പരിപൂർണമായിട്ടുള്ള സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രശ്നവും തൃക്കരിപ്പൂരിലില്ല. ബഹുമാനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ UDFൻ്റെ ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം അത് തൃക്കരിപ്പൂരിൽ നിന്ന് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും വലിയ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. 100% വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അവിടെ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 11,000-ലധികം വോട്ടിൻ്റെ ലീഡ് ബഹുമാനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൊടുക്കുന്ന നിയോജകമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അത് CPMൻ്റെ ഒരു കോട്ടയാണെന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അടക്കമുള്ള പ്രശ്നങ്ങൾ, തളിപ്പറമ്പിലെ ഫാമിലി സീറ്റ് അടക്കമുള്ള വിവാദങ്ങൾ, ഇതൊക്കെ സ്വാധീനിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്, തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലെ ഒരു മണ്ഡലം എന്നുള്ള എനിക്ക് വളരെ പിന്നോക്കമായിട്ട് നിൽക്കുന്ന, വികസന കാര്യത്തിലൊക്കെ ഒരുപാട് പിന്നോക്കമായി നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് പൊതുവിൽ അവർ അഭിമുഖീകരിക്കുന്ന ആരോഗ്യ ചികിത്സാ രംഗത്തെ പ്രശ്നങ്ങളൊക്കെ, മംഗലാപുരം വരെ പോകേണ്ടി വരുന്ന സാഹചര്യമൊക്കെ അവിടെയും വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും.